രാവിലെ തന്നെ നേരം വെളുത്തോ എന്നല്ലേ വെള്ളപ്പൂച്ചയുടെ നോട്ടത്തിൻ്റെ അർത്ഥം. അധിക നേരം വിളയും കളിപ്പിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇന്നിവിടെ 2 പേർക്ക് പോതി ശരിയാക്കി കൊടുത്തു വിടണം. എൻ്റെ തന്നെ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറിയൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. മെഴുക്കുവരട്ടി ഏത് തരത്തിൽ വെച്ചാലും അതിൻ്റെ നടുവിൽ ഇച്ചിരി വെളുത്തുള്ളി ചതച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇത്തിരി വെളുത്തുള്ളി ചതച്ചിടുമ്പോഴുള്ള മണം, ആഹാ അന്തസ്. സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടൊരു ചുമന്ന കളർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറ്. ഇന്ന് സിമ്പിളായിട്ട് വയ്ക്കാമെന്ന് വെച്ചു, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട്. ഇനി ഒരു മീൻ കൂടി ഫ്രൈ ചെയ്യണം. നിർത്തിയും കിടത്തി ഇരുത്തിയൊക്കെ ഞാൻ അതിനെ റെഡിയാക്കി എടുത്ത് ഗൈസ്. ഇനി നമുക്ക് പൊതി കെട്ടാട്ടോ. വാഴയില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിലാട്ടോ കെട്ടണേ. നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. ഈ ചമ്മന്തി ഉണ്ടല്ലോ, തേങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയും ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് ജാതിക്കയും കൂടി വെച്ചിട്ടുള്ള ചമ്മന്തി ആട്ടോ. നല്ല സ്വാദാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. മെഴുക്കോട്ട് വെച്ച് കൊടുത്തു, ഫിഷിൻ്റെ ഫ്രൈ വെച്ചു. ഈ വെക്കുന്നുണ്ടല്ലോ ഉണക്ക സ്രാവാണ് കേട്ടോ. ഇനി ഒരു ഇത്തിരി നെല്ലിക്ക അച്ചാറും കൂടി വെച്ച് കൊടുക്കാം. അച്ചാറില്ലാണ്ട് എന്ത് പൊതി. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഈ പൊതിയൊന്നും ശരിക്കും കെട്ടാനൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞാങ്ങളെ സ്മരിക്കുന്നു. ഞങ്ങളുടെ ചാനലിലെ പല പൊതി കെട്ടുന്ന വീഡിയോയിലും അവനായിരുന്നു കേട്ടോ അത് കെട്ടിക്കൊണ്ടിരുന്നത്. 2ാമത്തെ പൊതി ഞാൻ റെഡിയാക്കി ഗൈസ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള ചോറും കറികളും ഒക്കെ തയ്യാറായ സന്തോഷത്തിൽ പൊതി കെട്ടിക്കൊടുത്ത് കെട്ടാനെ ജോലിക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.